ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുള്ള ക്യാരക്ടർ സ്വിച്ച് ആണ്. ക്യാരക്ടർ സ്വിച്ച് അങ്ങനെ വരുമ്പോ വേറെ ക്യാരക്ടറായി മാറും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിന്ന് രാമൂട്ടൻ ഞാനായിട്ടും ഞാൻ രാമൂട്ടനായിട്ടും ഇന്ന് നമ്മൾ ജീവിക്കാൻ പോവാണ്. അതെ, അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോ നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ചെയ്തത്. സ്റ്റുഡിയോയില് നമ്മൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫ്ലാഷ് ബാക്ക് സിബ് പൊട്ടിപ്പോയി. അപ്പൊ രാമൂട്ടിന്റെ പാഡിന് മാത്രം കൺസെഷൻ നമുക്ക് കൊടുക്കാം. കാണാത്തവർ ഇല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് പോയിട്ട് ഒന്നുകൂടെ കാണാം കേട്ടോ. എന്നിട്ട് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പൊ ഗൈസ്, ഞാൻ രാമൂട്ടിന് ഡ്രസ് കൊണ്ടിട്ടുണ്ട്. രാമൂട്ടിന് എനിക്ക് ഡ്രസ് എടുത്തില്ലേ? ഇത് കേറൂലോ നിനക്ക്, അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഡ്രസ് കൊണ്ടുവന്നു. നേരെ നിക്കങ്ങോട്. അയ്യോ, അതാണ് കൈ. അത് നമുക്ക് ഈ ബനിയം മാറ്റിട്ട് വരാം. വാ, ഓക്കെ. ഇന്ന് നീ വീട്ടുപണികൾ ചെയ്യാൻ പോകുന്നത്. ഇതിട്ടിട്ടാണ് രാമോണ്ട് ഇന്ന് വീട്ടുപണി ചെയ്യാൻ പോകുന്നത്. നീ വീട്ടുപണി ചെയ്യാറില്ലല്ലോ. ഇന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇത് നീ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത. ഞാൻ ഇവിടെ നല്ല രീതിയിൽ പണിയെടുക്കാറുണ്ട്. എണീച്ചടാ. എന്നും വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. അല്ല, ഡ്രസ്സ് താങ്ങി എനിക്ക് ഡ്രസ്സ് വേണ്ടേ? അത് ഏതെങ്കിലും കിട്ടോ? ഇതെല്ലാം ഞാൻ എടുത്തു തരണം. എനിക്കറിയില്ല എന്റെ സ്വന്തം ഡ്രസ്സ് അടിയില്ലേന്ന്. ക്യാരക്ടർ ഇപ്പഴേ ഞാൻ പോയി ഡ്രസ്സ് മാറിട്ട് തരാം. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂമില് വന്നിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താ ചായ പാലില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ചായ വെക്കല. അല്ല, എന്റെ ഭാര്യ എനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചത്. എന്നാ നീ വേറെ കല്യാണം കഴിച്ചോ? ഒരു ചായ വെച്ചതാ മുന്നു. ഒരു ചായപ്പൊടി വാങ്ങിട്ടോ? ചായപ്പൊടി ഇല്ല. ഇന്നലെ ചായപ്പൊടി വാങ്ങിച്ചത്. തിന്നുന്നാ ചായ അതിനകത്ത് കാപ്പിപ്പൊടി ഉണ്ടടി. ചായ ഇല്ല, എന്നോട് നീ മിണ്ടണ്ട. നീ എന്നോട് കാപ്പിപ്പൊടി ചോദിച്ചു, എന്നോട് നീ മിണ്ടണ്ട. അപ്പോ നീ കാപ്പി ആക്കിട്ട. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഇവനെ കൊണ്ട് കാപ്പി ഉണ്ടാക്കുന്നത്. പാൽപ്പൊടി കിട്ടോ? എന്നാ പോയി വാങ്ങിട്ടോ. സ്വിഗ്ഗി ചെയ്തോ? അതാ നല്ലത്. അമ്മേനെ വിളിക്കാം. ചായ എന്തെങ്കിലും ഉണ്ടാവും വീട്ടില്. ഇവിടെ പട്ടിണി ദുബായി പോയാലും വിഷമിക്കണ്ട. നമുക്ക് അമ്മയോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയാ. ഹലോ അമ്മ, എന്തെങ്കിലും തിന്നാനുണ്ടോ? അമ്മ പറയുന്ന വേണമെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നടാ. നമ്മളാരെങ്കിലും ദത്തെടുത്താലോ? നമ്മളാരെങ്കിലും ദത്തെടുത്താ അയ്യോ, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പാത്രം കഴുകിയില്ലേ? എവിടെ? ഞാൻ പാത്രം കഴുകി തുണിയും തിരുമ്മി. നീ ഒന്ന് അടിച്ചെങ്കിലും നാളെ നമുക്ക് വൃത്തിയാക്കാം. ഇന്ന് ചെയ്യ്. ഇന്നിപ്പോ എന്താ നിനക്ക് പണി? എഡിറ്റ് ചെയ്യാൻ എനിക്ക് 2 പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. അത് എഡിറ്റർ ചെയ്യൂലേ? ഞാൻ തന്നെ ചെയ്യണത്, അല്ലാണ്ട് ശരിയാവില്ല. ഈ വീട് വൃത്തിയുടെ മെയിൻ കാരണം നീയാണ്. നിന്റെ മേക്കപ്പ് സാധനം, നിന്റെ ഡ്രസ് മൊത്തം ഇവിടെ കിടക്കണേ. പോയി
പൊന്നു. എന്താ പറഞ്ഞായിരുന്ന? ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞു നീ? പൊന്നു വൃത്തിയാക്കി, നമുക്ക് വൃത്തി വേണ്ടേ? എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാനാ വീട് മാറിപ്പിച്ച്. വീട്ടിലാണെങ്കിൽ അമ്മ ചെയ്തേനെ. അല്ലപ്പോ ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ട് ഞാൻ തന്നെ അടിച്ചു വരണോ? ആ ഇവളെ അടിച്ചു വരണ എങ്ങനെ കാണിച്ചരാവേ. ആ ഉണ്ടോ? ആ ഇങ്ങനൊരു കൊറിയടാ. അടുത്താണ് ഈ ഒരു കൊറിയോടാ. ഈ അടിച്ചു വരുന്ന കൊറിയോ മറ്റേ പാട്ടിനിടാം. ഓ ഇത് ഞാൻ ഇത് വൃത്തിക്കാ വരണം. എന്നാ പിന്നെ നീ അവിടെ കിടന്ന് ഡയലോഗിക്കാണ് എനിക്ക് വൃത്തിയാക്കി കൂടെ. ഒന്നും ചെയ്യണ്ട ഈ വീട്ടിലിരുന്നിട്ട്. ഇപ്പോഴാണ് ഈ ഡ്രസ്സിന്റെ ഉപയോഗം എനിക്ക് മനസ്സിലായത്. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഇത് കത്തുന്നില്ല. കത്തി കത്തി. അല്ല ഇത് കത്തി. ഇത് കത്തിക്കാറില്ലേ? അന്ന് അതിന്റെ മുകളിൽ വെച്ച് തരുവാ. അയ്യോ ആന്ന് എന്ത് ചെയ്യാനാ? കറി കൂടി നീല കറിയാക്കുന്നേ. അപ്പൊ പിന്നെ നീ എന്നെ കറി ഉണ്ടാക്കിയാ പോരെ? കറി ഉണ്ടാക്കി. അയ്യോ എന്തൊരു സുഖ. അവിടാ ഒന്നിങ്ങ് വരുവാ. ആ ഫാൻ ഇടുവാ. ആ ഫാൻ ഇനി അടുത്ത ചോറ്. ഗ്യാസ് കത്തി. ഒന്നും പാത്രത്തെ എന്റെ മുകളിൽ വെച്ചേരുവാ. നീ എന്നെ തള്ളിയിട്ടല്ലേ? അതൊന്നും അതിന്റെ മുകളിൽ വെച്ചെന്നായി. ബാക്കിയാ വെച്ചോളാം. അരിയിട്ടില്ല. എന്നാ പിന്നെ ചോറും കൂടി ഇട്ട് ആക്കിക്കൂടെ? ആ വിളമ്പും ആ ചൂട് വെക്കട്ടെ. ചൂടാക്കട്ടെ. കിടക്കാൻ മുന്നു ബെഡ്ഷീറ്റ് ഒരുക്കി. നീ തന്തി ബെഡ്ഷീറ്റ് വിരിക്കാൻ പഠിക്കാത്ത എന്താ ഇതിന്റെ പ്രശ്നം? എനിക്ക് ഇവിടെ ആകെ എനിക്ക് അറിയാത്തതും ഞാൻ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു പണി ബെഡ്ഷീറ്റ് വിരി മാത്രമേ ഉള്ളൂ. അതെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ പാടില്ലേ? എത്ര പുതപ്പ്? എന്തിനാ എനിക്ക് ഇത്രയും പുതപ്പിടാ? നീ തന്നെയല്ലേ രാത്രി എന്റെ പുതപ്പ് വലിച്ചോണ്ട് പോണത്. അതുകൊണ്ട് എന്റെ പുതപ്പ് എനിക്ക് കിട്ടാറില്ല. ഇതെന്തിനാണ്? അയ്യോ വിരിക്കാൻ ബെഡ്ഷീറ്റ് ഇല്ലല്ലോ. അതെങ്ങനെയാ? ബെഡ്ഷീറ്റ് എന്റെ തലയിലല്ലേ? ബെഡ്ഷീറ്റ് എന്ത് ചെയ്യും? ഇത് എടാ നീ എന്തിനാ ബെഡ്ഷീറ്റ് മതി കൊണ്ടുപോ. ശരിക്കും എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ അറിയില്ല. ശരിക്കും ഞാൻ തന്നെ വിരിക്കണതാണ് സൂപ്പറായിട്ട്. തിരിച്ചു വിരിക്ക്. ഈ തേങ്ങ പിണ്ണാക്ക് വിരിക്കാനാവൂല. നീ വിരിച്ച പയ്യെ വിരിക്കേ പൊന്നു. ഇങ്ങനെ പോയാ നീ എന്ത് ചെയ്യും? പണ്ടാരോ നീ ഇത് ഒന്ന് വേഗം വെച്ചിട്ട് വേണം എന്റെ തലേ നീ ഭാരമൊന്ന് മാറ്റാൻ. എങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കും? നിലത്തിടല്ല ഇതൊന്നും. ഇതെല്ലാം കിടക്കുന്നല്ലേ, നിലത്തിടല്ല. ഇതെല്ലാം പുതക്കുന്നല്ല. ഇതെല്ലാം നിലത്തിടുന്നതിനാ. തലോണ വെക്കണ്ടേ? ഷർട്ടിൽ ഇത് ഡ്രസ്സൊക്കെ അടക്കി വെച്ചാലോ? മടക്കി വെക്കാം. എടി നീ എന്നെ തലേന്ന് മാറ്റോ? ഇത് മടക്കി വെക്കട്ടെ. ഡ്രസ്സെല്ലാം ഷെൽഫിലെല്ലാം മടക്കി വെക്കാം. ആ നേരെ. നീ എന്തിനാ തേങ്ങ അവിടെ? ഞാൻ കിടക്കാൻ പോലെയാണ്. കിടക്കണം. ഞാൻ പിന്നെ നിനക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇറക്കി വിരിക്കാനോ?
അവന്റെ തേങ്ങ ഓവിയാടാ